കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി, കുരുന്നുകൾക്കൊരു കരുതലായി, കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, അടൂർ. വായനയുടെ ആകാശം എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത ആകാശമാണ്. ഇ.വി. കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ വായനയുടെ ആകാശം എന്ന പ്രതിമാസ സാഹിത്യ പരിപാടിയുടെ ഉദ്ഘാടനവും 3ാമത് അടൂർ ദേശപ്പെരുമ പുരസ്കാര സമർപ്പണവും അടൂർ വൈറ്റ് പോർട്ടിക്കോ ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. അതിരുകളില്ലാത്ത ആകാശമാണ് വായനയുടേതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നല്ല പുസ്തകങ്ങൾ വായിക്കുവാൻ നല്ല സൗഹൃദങ്ങൾ വേണം. സമയമില്ലായ്മ വായനയെ ബാധിക്കാതിരിക്കുവാൻ നമ്മുടെ ദിനചര്യ പോലെ എന്നും അല്പസമയം മാറ്റിവെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. വായനയുടെ ആകാശം എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത ആകാശമാണ്. അതിരുകളില്ല വായന നമ്മൾ അറിവ് തേടി, നമ്മൾ അനുഭൂതി തേടി നമ്മൾ നടത്തുന്ന നിരന്തരമായ ഒരു അന്വേഷണവും യാത്രയും എല്ലാമാണ് വായന. അത് നമ്മളെ എവിടേക്കെല്ലാമാണ് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. അതിപ്പോൾ സർഗാത്മക സാഹിത്യവും അല്ലാത്ത വൈജ്ഞാനിക സാഹിത്യവും അങ്ങനെ ഒരുപാട് സാഹിത്യശാഖകളുണ്ട്. കവിതയുണ്ട്, ചെറുകഥയുണ്ട്, നോവൽ സാഹിത്യമുണ്ട്, ആത്മകഥ, ജീവചരിത്ര ശാഖകളുണ്ട്, ഒരുപാട് ശാഖകളുണ്ട്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഫ്യൂച്ചറോളജി കൂടിയാണ്, ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുസ്തകങ്ങൾ വരികയാണ്. ലോകത്ത് എല്ലായിടത്തും ശ്രദ്ധേയമായ പുസ്തകങ്ങൾ വരികയാണ്. നല്ല പുസ്തകം വായിക്കാൻ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവും, നല്ല സൗഹൃദം. കാരണം നമുക്കൊക്കെ സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് തിരക്കിനിടയിൽ വായിക്കുന്നത്. അതിന് ഞാൻ പറയുന്ന മറുപടി, എപ്പോഴും പറയുന്ന മറുപടി, ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നത്. എന്നേക്കാൾ വളരെയധികം തിരക്കുള്ള ആളുകൾ എന്നേക്കാൾ 10 ഇരട്ടി പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്. ടൈം മാനേജ്മെൻറ്റാണ് പുസ്തകം വായിക്കാറ്. നമ്മൾ നമ്മുടെ ദൈനംദിന കൃത്യങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്, അത് പലതും നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. നമ്മൾ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നത് പോലെ, ഓരോ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ വായനയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സമയം മാറ്റിവെക്കുക. എഴുത്തുകാരൻ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങളും അല്ലേ നമ്മൾ കൊടുക്കും. നമ്മുടെ വായന നമ്മുടെ മൂഡനുസരിച്ച് ചില എഴുത്തുകാരെ എന്നോട് ഞാൻ വായിച്ചതിൻ്റെ തിരിച്ചു വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ അത് ഉദ്ദേശിച്ചില്ല. ഞാൻ പറഞ്ഞത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഉദ്ദേശം വന്നു, ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചു എന്ന് പറയും. അപ്പോൾ വായനക്കാരാണ് നല്ല എഴുത്തുകാരുടെ. ഞാൻ എഴുത്തുകാരനല്ല, എനിക്ക് എഴുതാൻ ധൈര്യം കിട്ടിയിട്ടില്ല ഇതുവരെ. അതിനൊരു ധൈര്യം വേണം, അതൊരു ദൈവത്തിന്റെ വരദാനമാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ വിനോദ് ഇളകൊള്ളൂരുമായി സംഭാഷണം നടത്തി. അവരുടെ സർക്കിൾ വളരെ ഇടുങ്ങിയ ചില പുസ്തകങ്ങളാണ് അവർ വായിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ താങ്കളോട് വൈകായിട്ട് വായിക്കുന്നത് ഈ ഫിക്ഷനുകൾ എങ്ങനെയാണ് മൈൻഡ് റീഡിങ്ങിലേക്ക് എഴുത്തുകാരുടെ ഇടയിൽ നമ്മളതിന്റെ രാഷ്ട്രീയം കാണുന്നത്. ഞാൻ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ പലതും നോക്കിയാൽ പലതും ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ആളുകളാണ്. ഇടതുപക്ഷം ഞാനിവിടെ പ്രശ്നം, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്. എനിക്ക് ഏറ്റവും വലിയ ബാധ്യത എന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഒറ്റമാണ്. വലതെന്ന് പറഞ്ഞാൽ മതി, എന്നെ കണ്ടോളൂ. അസംബ്ലിയിൽ ചിലപ്പോൾ എന്നെ പ്രകോപിപ്പിക്കും, ഞാൻ ചൂടാകാൻ വേണ്ടി ചെല്ലും. ഞാൻ വലതെന്ന് പറഞ്ഞാൽ ഞാൻ ലെഫ്റ്റാണ്. കേരളത്തിന്റെ സെക്രട്ടറി ലെഫ്റ്റാണ്, ഞാൻ നെഹ്റുവിയൻ ലെഫ്റ്റാണ്, എല്ലാ സോഷ്യലിസ്റ്റുകളും ലെഫ്റ്റാണ്. ഇ.വി. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ആർ മോഹൻ സ്മാരക മാധ്യമ പുരസ്കാരം വിഷ്വൽ മീഡിയയിലെ മികച്ച റിപ്പോർട്ടിംഗിന് ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട ചീഫ് റിപ്പോർട്ടർ കൃഷ്ണമോഹനനും, കെ.പി. ചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം പ്രിന്റഡ് മീഡിയയിലെ മികച്ച റിപ്പോർട്ടിംഗിന് മലയാള മനോരമ കോട്ടയം യൂണിറ്റ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് രാജു മാത്യുവിനും, മികച്ച വാർത്തേതര പരിപാടിക്കുള്ള പി.ടി. രാധാകൃഷ്ണക്കുറുപ്പ് സ്മാരക മാധ്യമ പുരസ്കാരം ന്യൂസ് 18 കേരളം സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പ്രദീപ് സി നെടുമണ്ണിനും സമർപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാമൂഹിക സേവന പുരസ്കാരം മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിലിനും, വിദ്യാഭ്യാസ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സാമൂഹിക സേവന പുരസ്കാരം പ്രൊഫസർ D.K. ജോണിനും സമർപ്പിച്ചു.
ആർട്ടിസ്റ്റ് മേടയിൽ രാമനുണ്ണിത്താൻ സ്മാരക ചിത്രകലാ പുരസ്കാരം ആർട്ടിസ്റ്റ് പ്രമോദ് കുരമ്പാലയ്ക്കും MR നാരായണനുണ്ണിത്താൻ സ്മാരക കഥാവിഭാഗം സാഹിത്യ പുരസ്കാരം ചന്ദ്രബാബു പനങ്ങാടിനും MR നാരായണനുണ്ണിത്താൻ കവിതാ വിഭാഗം സാഹിത്യ പുരസ്കാരം സുമ രാജശേഖരനും സമർപ്പിച്ചു. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ വിദ്യാശ്രീ പുരസ്കാരം വെല്ലൂർ വേലമ്മാൾ ബോധി ക്യാമ്പസ് സീനിയർ ഹെഡ്മാസ്റ്റർ CM ശശികുമാറിനും തെങ്ങമം സദാനന്ദൻ സ്മാരക വിദ്യാശ്രീ പുരസ്കാരം കടമ്പനാട് KRK PMHS സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ മനേഷ് J ഉണ്ണിത്താനും സമർപ്പിച്ചു. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ പ്രത്യേക പുരസ്കാരം ജനകീയാരോഗ്യ പ്രവർത്തകനും ഗവേഷകനുമായ ഡോക്ടർ MP മണിക്കും, കലാശ്രേഷ്ഠ പുരസ്കാരം ഹിന്ദുസ്ഥാനി തബല വിദ്വാൻ അടൂർ വിജയരാജനും, സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവന പുരസ്കാരം സുജിത സാദത്തിനും സമർപ്പിച്ചു. മികച്ച യൂത്ത് ക്ലബിനുള്ള പുരസ്കാരം കടമ്പനാട് നിലയ്ക്കൽ മനീഷ കലാകായിക സാംസ്കാരിക സംഘടന ഗ്രന്ഥശാല വായനശാലയ്ക്കും, മികച്ച വനിതാ സംഘത്തിനുള്ള പുരസ്കാരം പയ്യന്നല്ലൂർ ഇളംപള്ളിൽ പ്രതീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വനിതാ വേദിക്കും സമർപ്പിച്ചു. സാഹിത്യോത്സവം സാഹിത്യ മത്സരങ്ങളിൽ 1 മുതൽ 3 വരെ സ്ഥാനങ്ങൾ നേടിയവർക്ക് പുരസ്കാരങ്ങൾ നൽകി. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷന്റെ ഉപഹാരം പ്രതിപക്ഷ നേതാവ് VD സതീശന് സമർപ്പിച്ചു. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ജയൻ B തെങ്ങമം സ്വാഗതം പറഞ്ഞു. രക്ഷാധികാരി ഡോക്ടർ പഴകുളം സുഭാഷ് പ്രതിമാസ സാഹിത്യ പരിപാടി വിശകലനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി P മോഹൻരാജ്, അടൂർ നഗരസഭ ചെയർപേഴ്സൺ റീന ഷാമുവൽ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീനാദേവി കുഞ്ഞമ്മ, അടൂർ നഗരസഭ കൌൺസിലർ R സനൽകുമാർ, മീഡിയ ക്ലബ് പ്രസിഡന്റ് അൻവർ M സാദത്ത്, ജയ അജിത് എന്നിവർ സാന്നിധ്യം വഹിച്ചു. EV കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ട്രഷറർ സുരേഷ് കുഴുവേലിൽ നന്ദി പറഞ്ഞു. കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടൂർ.